എൻ്റെ മോടെ പേരിൽ 50% ഡിസബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിനെ അനുവദിച്ച ഈ മില്ല് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിച്ചു. ഈ അപേക്ഷയൊക്കെ തന്ന എത്ര ദിവസമാണ്? താഴെ തരുന്ന അപേക്ഷ മേളത്തെ ടേബിളിൽ ചെല്ലണം 4 ദിവസം, മേളത്തെ ടേബിളിൽ നിന്ന് താഴെ വരണമെങ്കിൽ 4 ദിവസം, അപ്പം 4, 4, 8. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോക്ക് അനുവദിച്ചിരിക്കുന്നതെല്ലാം ലാപ്സ് ആയാലെങ്കിലും നിങ്ങളിത് വരുത്തുമെന്ന് ഞാൻ അത് ചോദിക്കുകയും ചെയ്തു. ഞാൻ അവസാനം അവരോട് പറഞ്ഞു, ഞാൻ ഈ പഞ്ചായത്തിൽ കെട്ടിത്തൂങ്ങുന്ന വരെ അവരോട് പറഞ്ഞു. അത്രയും മാത്രം ചൂടായപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് ഞാൻ ഇത് കൊടുക്കും, നിങ്ങൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരണം ഇന്ന് ഞാൻ പഞ്ചായത്തിൽ നിന്ന് പരസ്യമായിട്ട് പറഞ്ഞതാണ്. ഈ അവസ്ഥയിൽ എൻ്റെ ഞാൻ മോളോടും മമ്മിയോടും പറഞ്ഞു, ഇനി ചിലപ്പോഴാണെങ്കിൽ എന്നെ നോക്കേണ്ടി വരത്തില്ല, ചിലപ്പോൾ എന്തും സംഭവിക്കാം, എൻ്റെ സമനില തെറ്റിയിരിക്കുകയാണ്, എനിക്കിനി ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല, ഇത് പൊളിച്ചു കളഞ്ഞാൽ മരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടെത്തിച്ചരാ ഇവർ ഈ അർഹതയില്ല ആ ജോലിക്ക്. അവരെ നമസ്കാരം. ഭിന്നശേഷിക്കാരിയായ മകളുടെ പേരിൽ സംരംഭം തുടങ്ങുന്നതിനായി ഇറങ്ങിയ പിതാവും മകളും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ എടത്വ പഞ്ചായത്തിൽ മരിയാപുരം ജോൺ ചാക്കോയും മകളായ എലിസബത്തുമാണ് സംരംഭം തുടങ്ങാനാവാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഒരു പഞ്ചായത്ത് ഉദ്യോഗസ്ഥയുടെ പിടിവാശി മൂലമാണ് തങ്ങൾക്ക് ഈ സംരംഭം മുടങ്ങിയിരിക്കുന്നത്. തങ്ങൾക്ക് ലഭിക്കേണ്ട പ്രധാനമന്ത്രി പദ്ധതി പ്രകാരം ലഭിക്കേണ്ട ആനുകൂല്യം ഇപ്പോൾ മുടങ്ങുന്നതായാണ് അദ്ദേഹം പറയുന്നത്. ഞാനിപ്പോൾ ജോൺ ചാക്കോയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. എന്താണ് ഇപ്പം നിങ്ങളുടെ തീരുമാനം? എനിക്ക് ഈ PMFE എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രധാനമന്ത്രിയുടെ ഉണ്ട്. അതിനകത്ത് വ്യവസായ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് ക്ലാസ് കൂടിയപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് മോക്ക് ഡിസബിലിറ്റി ഇത്രയും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ശരിയാവുകയും ചെയ്യും, നിങ്ങളതിന് ക്ലാസ് കൂടിയാൽ മതി. അതനുസരിച്ച് ഞാൻ ക്ലാസ് കൂടി ഈ കൊച്ചിന് വേണ്ടിയിട്ട് എടുക്കാനുള്ള കാര്യങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്ത് പേരും അഡ്രസ്സും എല്ലാം അവിടെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിനുള്ള ഒരു കെട്ടിടം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡുണ്ട്, അപ്പം നിങ്ങൾക്ക് വനിതാ സംരംഭകർക്ക് തുടങ്ങാൻ പറ്റിയ വീടിനോട് ചേർന്ന് തന്നെ ചെയ്യാൻ പറ്റിയ പദ്ധതികളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ കൊപ്ര ആട്ടും അരി പൊടിക്കുന്നതും മുളക് പൊടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു മില്ല്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു പേരിടെ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മോളുടെ പേര് എലിസബത്ത്, അവളുടെ പേരിൽ തുടങ്ങാനാണ് ആഗ്രഹം. എലിസബത്ത് ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലെന്ന് പറഞ്ഞ പേര് കൊടുക്കാം, അങ്ങനെ തന്നെ ആയിക്കോട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കാം, നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ പഞ്ചായത്തിൽ തിരക്കിയപ്പോൾ ഈ ഷെഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു വന്നപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് കാണിച്ചപ്പോൾ ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നമായി. അവസാനം 12 അടി പൊക്കം വേണം, അതിന് മതിൽ എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ മതിലിൻ്റെ അവിടെ നിന്ന് 2 മീറ്ററിന് മേളിൽ വേണമെന്ന് പറഞ്ഞു. 2 മീറ്ററിന് മേളിലാക്കി. നേരത്തെ പണിതിരുന്ന സ്ഥലം ഒരു സൈഡ് 50 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 30 സെൻറ്റിമീറ്ററും കുറവേ ഉള്ളായിരുന്നു. എന്നിട്ടും രണ്ടാമത് അത് പൊളിച്ച് കിഴക്കോട്ട് മാറ്റുകയും വീടിൽ നിന്ന് 2 മീറ്ററിന് ഈ 10 സെൻറ്റിമീറ്ററിൻ്റെ കുറവുള്ളത് തിരിച്ച് പൊളിച്ചിട്ട് 2.5 മീറ്ററാക്കി ഇതും മാറ്റുകയും ചെയ്തു. അങ്ങനെ അനാമത്തായിട്ടുള്ള ഇത് പണിതൊക്കെ 12 അടി പൊക്കവും കൊടുത്ത് പണിത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഓവർസിയറെ വിളിച്ച് ഓവർസിയറും ഓവർസിയറിൻ്റെ കൂടെയുള്ള ഒരു കുട്ടിയും കൂടി ഇവിടെ വന്നു. അവർ വന്ന് കണ്ടേച്ച് ഞാൻ ചോദിച്ചു, മാഡം ഇതിപ്പം നിങ്ങൾ പറഞ്ഞ പ്രകാരമൊക്കെ ആയല്ലോ? ഓക്കെ ആയി, എന്നാൽ പിന്നെ ഇനി തടസ്സമില്ലല്ലോ. ഇല്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നു, എൻ്റെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് അളവ് വ്യത്യാസമുണ്ട്. ഞാനത് മറുപടിയായിട്ട് പറഞ്ഞു, വീടെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം എല്ലാ വീടിനും വ്യത്യാസമുണ്ട്. മുകളിൽ കൂരയിട്ടിട്ടുണ്ട്, അത് നല്ല വരെയല്ലാത്തതിന് ബോർഡ് വരെ അടിച്ച് കൂരയിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യമാണ്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അന്ന് ഗവൺമെൻറ് അനുമതി ഉണ്ടായിരുന്നു, അങ്ങനെ പണിതാണ് ഈ അളവ് വ്യത്യാസം വന്നത്. നിങ്ങൾ ആ അളവ് വ്യത്യാസത്തിന് വന്നെടുക്കുക. അപ്പം മാർക്കറ്റൊക്കെ വിളിക്കണം, പുതിയ പ്ലാൻ മുഴുവൻ വരച്ച് വേറെ കൊടുക്കണം. അങ്ങനെ അതനുസരിച്ച് ഈ പെരയ്ക്ക് സാങ്ഷൻ ചെയ്യാൻ ആദ്യമായിട്ട് പണിത തായ്പര വലുതാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത എസെൻഷൻ വർക്കിന് കൊടുത്ത ഡാലിയ എന്ന് പറഞ്ഞ മരിയ ആർക്കിടെക്ട് എന്ന് പറയുന്ന ആളായിരുന്നു അന്ന് നമ്മൾ ഇതിന് കൊണ്ട് കൊടുത്തിരുന്നത്, പെർമിറ്റ് കൊടുത്തിരുന്നത്. ആ ആളിനെ തന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ നിർദ്ദേശം അനുസരിച്ച് ആ എഞ്ചിനീയർ വന്ന് ഇവിടെ വന്ന് ഇതിൻ്റെ പ്ലാൻ 2 അല്ല 3 പ്രാവശ്യം അവർ വന്ന കറപ്ഷൻ വരുത്തിയിട്ട് 3 പ്രാവശ്യമായിട്ട് ഇവിടെ വന്ന് പ്ലാൻ പദ്ധതിയെല്ലാം വരച്ചെല്ലാം കൊണ്ട് കൊടുത്തു. ഇതെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറയുന്നു, ഈ വീടിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്? എൻ്റെ മോടെ പേരിൽ 50% ഡിസബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിനെ അനുവദിച്ച ഈ മില്ല് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്? അതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് ബലമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അതനുസരിച്ച് മറ്റൊരു എഞ്ചിനീയറെ പോയി കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ പുള്ളി എൻ്റെ വീട് വന്ന് നോക്കിയതിന് ശേഷം എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരികയും ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞാൻ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ഈ അപേക്ഷയൊക്കെ തന്ന എത്ര ദിവസമാണ്? താഴെ തരുന്ന അപേക്ഷ മേളത്തെ ടേബിളിൽ ചെല്ലണം 4 ദിവസം,
മേളത്തെ ടേബിളിൽ നിന്ന് താഴെ വരണമെങ്കിൽ 4 ദിവസം. അപ്പം 4, 4, 8. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോക്ക് അനുവദിച്ചിരിക്കുന്നതെല്ലാം ലാപ്സ് ആയാലെങ്കിലും നിങ്ങളിത് വരുത്തുമെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അവിടുന്ന് ഇത്രയും പ്രശ്നം ഞാൻ അവിടെ പഞ്ചായത്ത് ചെന്ന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും കുറച്ച് മെമ്പർമാരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം കണ്ടു കേട്ടിട്ട് പറഞ്ഞു എന്താണ് പ്രശ്നം. ഞാൻ പറഞ്ഞു ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞ് പ്രസിഡന്റ് വിളിച്ചു. ഞാൻ ഈ കോപ്പികളെല്ലാം പ്രസിഡന്റിനെ ഏൽപ്പിച്ചു. പ്രസിഡന്റ് സെക്രട്ടറിയെയും ഓവർസീറിയെയും വിളിച്ച് പ്രസിഡന്റിൻ്റെ മുറിയിൽ ഇരുത്തിക്കൊണ്ട് ഈ പുള്ളി അറിയാവോ, ഈ പുള്ളിയുടെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്ത് തന്നല്ലോ, അതിൻ്റെ കോപ്പി എൻ്റെയിലും തന്നിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് തടസ്സം വെക്കുന്നത്, ഈ ആളിൻ്റെ ഈ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുന്നതിന് ഇനി എന്നാ തടസ്സം. അത് ഞങ്ങളില്ല മാഡം, ഞങ്ങൾ ഉടനെ ശരിയാക്കി കൊടുക്കുവാണെന്ന് പറഞ്ഞതല്ലാതെ ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല. അവസാനം ഇതെല്ലാം കൊടുത്തതിന് ശേഷം മാർച്ച് മാസം 15-ാം തീയതിയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും 15 ദിവസമേ ഉള്ളൂ, ഇത് ലാപ്സായി പോവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെ ജോണിച്ചായൻ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാൻ അവിടുന്ന് അവസാനം ഇവരോട് ചെന്ന് ചോദിച്ചു, എയെ കണ്ടപ്പോൾ എയോട് ചോദിച്ചു, സാറേ എന്തായി എന്ന്. അത് ഇവിടുന്ന് വിളിച്ചോളും, താഴെ ഓഫീസിൽ നിന്ന് വിളിച്ചോളും എന്ന് പറഞ്ഞു. വരും, തരത്തില്ല എന്ന് പറഞ്ഞില്ല, വരുമെന്ന് പറഞ്ഞതല്ലാതെ വന്നുമില്ല. എനിക്ക് നമ്പർ തന്നില്ല. ഇനിയും ടാക്സ് അടയ്ക്കാനാണെങ്കിൽ അതിൻ്റെ എത്രയാണെന്നുള്ള അതൊട്ട് പറഞ്ഞു വിട്ടില്ല, അടയ്ക്കാനോട്ട് പറഞ്ഞുമില്ല. അടയ്ക്കാൻ അന്ന് ഞാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സെക്രട്ടറി തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ കൊച്ചിൻ്റെ പേരിൽ, ഡിസബിലിറ്റി ഉള്ള കൊച്ചിൻ്റെ പേരിൽ ഫുൾ അപേക്ഷയും ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ രേഖാമൂലം തന്നു കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്താമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ കൊച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതി ആശുപത്രികളെയും ചികിത്സിച്ചും 3-ാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ ചെയ്തത് മുതൽ ഈ 26-ാമത്തെ വയസ്സിൽ നിൽക്കുന്ന അവളുടെ 23 വർഷത്തെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ എഴുതി, പോയ ചികിത്സിച്ച ആശുപത്രികളെ എല്ലാ ലിസ്റ്റും OP നമ്പർ വരെ എഴുതി ഞാൻ ആ അപേക്ഷയിൽ ഇത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു ഇനിയും ഒന്നും കുഴപ്പമൊന്നുമില്ല, ഫിറ്റ്നസ് മതി എന്ന് പറഞ്ഞു. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റായിട്ട് ഞാൻ കൊടുത്തു. അവർ വരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല, വരും തരും എന്ന് മാത്രം പറഞ്ഞതല്ലാതെ പൈസ ഇന്നത് അടയ്ക്കണമല്ല ഇത്ര അടയ്ക്കണം എന്ന് പറയുകയോ ഇതിന് തുടർ നടപടികൾ ഒന്നും ചെയ്തില്ല. ഞാൻ പ്രസിഡന്റിനോട് പിന്നെയും ചെന്നിട്ട് പറഞ്ഞു, പ്രസിഡന്റ് എൻ്റെ ഇത് ലാപ്സായി പോവും, പഞ്ചായത്തിൽ നിന്ന് റെസൊല്യൂഷൻ പാസ്സാക്കി എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ടുള്ള, അതായത് ഒന്നിൽ കൂടുതൽ 2 പേരടങ്ങുന്ന ഒരു പദ്ധതിയാകുമ്പോൾ ചെറിയ ഒരു 5-8 ലക്ഷം രൂപയുടെ എങ്കിലും പദ്ധതിയാണെങ്കിലും തുടങ്ങാം നമുക്ക്. അതിനുവേണ്ടി പഞ്ചായത്തിൽ പറഞ്ഞു, പഞ്ചായത്തിൽ റെസൊല്യൂഷൻ പാസ്സാക്കി ബ്ലോക്കിലേക്ക് അയച്ചു. ബ്ലോക്കിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്ത് ബ്ലോക്കിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി ബാങ്കിൽ തരും, ബാങ്കിൽ കിട്ടിയാൽ അതേ നിമിഷം നിങ്ങൾക്ക് അതിൻ്റെ പൈസ ഇഷ്യൂ ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ നടക്കും. ഇതെല്ലാം ഞാൻ തീർച്ചയെന്ന് പറഞ്ഞു. ഈ മാർച്ച് മാസം ആയി കഴിഞ്ഞ് ലാപ്സായി പോകും. ലാപ്സായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ കാണിക്കുന്നത് അറിയത്തില്ല. ലൈസൻസ് ഒന്നും കിട്ടിയിട്ടില്ല, നമ്പർ പോലും ഇട്ടിട്ടില്ല. ഞാൻ അവസാനം അവരോട് പറഞ്ഞു, ഞാൻ ഈ പഞ്ചായത്തിൽ കെട്ടിത്തൂങ്ങുന്ന വരെ അവരോട് പറഞ്ഞു. അത്രയും മാത്രം ചൂടായപ്പോഴാണ് മറ്റുള്ളവരെല്ലാവരും ഇത്രയും ഗൗരവമായിട്ട് എടുക്കുന്നതും പറയുന്നു. അത്രയെല്ലാം കഴിഞ്ഞിട്ടും ഈ അനുഭവങ്ങൾ ഇത് തന്നെ ഒന്നും നടന്നിട്ടില്ല. ഇത് ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഈ ചെയ്ത കാര്യങ്ങളുടെ റെക്കോർഡുണ്ട്, ഞാനിത് RDOയ്ക്കും കളക്ടർക്കും പിന്നെ റവന്യൂ മിനിസ്റ്റർക്കും മുഖ്യമന്ത്രിക്കും അടക്കം എല്ലാവർക്കും ഞാൻ കൊടുക്കും. 5-ാമത്തെ പേപ്പർ ഈ 4 സ്ഥലത്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ 5-ാമത്തെ സ്ഥലം കേരള ഹൈക്കോടതിക്ക് കൊടുക്കും. 6-ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് ഞാൻ ഇത് കൊടുക്കും. നിങ്ങൾ അതുകൊണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം. ഇന്ന് ഞാൻ പഞ്ചായത്തിൽ നിന്ന് പരസ്യമായിട്ട് പറഞ്ഞതാണ്. ഈ മെമ്പർമാർ എല്ലാ വാർഡിലെയും ഒരുമാതിരിപ്പെട്ട എല്ലാ വാർഡിലെയും മെമ്പർമാർ ഇത് കേട്ടതുമാണ്. പക്ഷേ എൻ്റെ ഈ കാര്യത്തിൽ ലാസ്റ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു ചെയ്തിട്ടും ഉള്ള അവസ്ഥയാണ് ഇത്. ഈ അവസ്ഥയിൽ എൻ്റെ ഞാൻ മോളോടും മമ്മിയോടും പറഞ്ഞു, ഇനിയും ചിലപ്പോഴാണെങ്കിൽ എന്നെ നോക്കേണ്ടി വരത്തില്ല, ചിലപ്പോൾ എന്തും സംഭവിക്കാം, എൻ്റെ സമനില തെറ്റിയിരിക്കുകയാണ്, ഞാൻ ഇത് പൊളിച്ചു കളയുകയാണെങ്കിൽ എന്നിൽ നിന്നും എന്നെ എന്താ സംഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ വിളിക്കുന്നത്, നിങ്ങൾ വരുന്നതൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇതുവരെയുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുകൊണ്ട് ഈ തൽസ്ഥാനത്ത് യോഗ്യ അല്ല ഈ ഓവർസിയറും ഈ സെക്രട്ടറിയും. ഇവിടെ എടത്വ പഞ്ചായത്ത് ജിൻസി എന്ന് പറയുന്ന ആളാണ് ഓവർസിയർ. സെക്രട്ടറിയുടെ പേര് എനിക്കറിയില്ല. സെക്രട്ടറി എന്നോട് പറഞ്ഞ് ഈ അപേക്ഷ എഴുതണമെന്ന് പറഞ്ഞ് ഞാൻ അതും പ്രകാരമാണ് ഈ അപേക്ഷ മുഴുവൻ വെച്ചത്. നിങ്ങൾക്ക് പിന്നെ കറണ്ട്, വെള്ളം, പിന്നെ ഇത് പെരക്കരം എല്ലാം ഇളവ് ചെയ്ത് കിട്ടുമെന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പണ്ട് സർട്ടിഫിക്കറ്റ് 2006 ഇവിടെ സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് യാത്രാ സൗകര്യം ഉൾപ്പെടെ അപേക്ഷ വെച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഞാൻ അതിനൊന്നും പോയില്ല. നമ്മളെ കൊണ്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചെയ്ത് പൊക്കോട്ടെ. ഈ കെട്ടിടം കാണാൻ ഓവർസിയറും കൂടുള്ള ആളും കൂടെ പിന്നെ 12-ാം വാർഡിന് മെമ്പർ ഉൾപ്പെടെ ഇവിടെ വന്നപ്പം, 2-ാമത് A ഉൾപ്പെടെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് കെട്ടിടം കണ്ടേച്ചും എല്ലാം സാങ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു ചോദിച്ചു ഈ കെട്ടിടത്തിന് ടോയ്ലറ്റ് ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ വരുന്നവർക്ക് ഉപയോഗിച്ചാൽ പോരെ, ടോയ്ലറ്റ് ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ടോയെന്ന് ഞാൻ കാണിച്ചപ്പോഴത്തേക്കാണ് മാറിയത്. അന്നേരപ്പോഴത്തേക്ക് പഞ്ചായത്തിന് ഒരു ടോയ്ലറ്റ് ഇല്ല,
ഒരു ഈ ടോയ്ലറ്റ് പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജനങ്ങൾ പറയും. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഇനിയും പറയുകയാണെങ്കിൽ ജനങ്ങൾ പറയും. ഞാനത് എൻ്റെ അവസ്ഥ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട്? ഇപ്പോൾ ഏതാണ്ട് 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് 390-4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എനിക്ക് ചിലവുണ്ട്. അതിനകത്ത് 3-4 കടകൾക്ക് 1.5 ലക്ഷം രൂപയോളം ഞാൻ കൊടുക്കാനുണ്ട്. 3-4 കടകളായിട്ട് കൊടുക്കാനുണ്ട്. അത്രയും കടബാധ്യതയും കിടക്കുവാണ്. ഇത് അതിൻ്റെ കൂടാണ് ടോട്ടലാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ അത് കൊടുത്തിട്ടുമില്ല. അവരുടെ മുന്നിൽ എനിക്ക് ചെല്ലാനും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നടക്കുന്നത്. കൊടുക്കാൻ എൻ്റെ പൈസയില്ല, നിവൃത്തിയില്ല. ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ അപേക്ഷയിൽ എഴുതി ഇവരോടെല്ലാം അറിയിച്ചതാണ്. എൻ്റെ മോൻ്റെ കാര്യം അറിഞ്ഞാൽ എൻ്റെ മോന് 3 മക്കളുണ്ട്. അവരുടെ കാര്യം നോക്കിയിട്ട് എനിക്ക് അയച്ചു തരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾക്ക് 3 പേർക്ക് ആശുപത്രി ചിലവോ ഈ കരമടയ്ക്കുന്നതോ എന്ത് കാര്യങ്ങളും നടത്തുന്നത്. നമ്മൾ കാണുന്ന പോലല്ല. കാണുമ്പോൾ എല്ലാവർക്കും ചിരിച്ച മുഖം കൊണ്ട് കാണാം, പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിൽ വലുതാണെന്നൊക്കെ വിചാരിക്കാം. പക്ഷേ അനുഭവങ്ങൾ കൊണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഇത് കണക്കാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ടുന്ന നടപടിയെടുക്കണം. ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഇവരൊന്നും ശരിയായിട്ട് ഈ കാര്യം ചെയ്തിരുന്നെങ്കിൽ എനിക്കിത് പറയേണ്ടി വരത്തില്ലായിരുന്നു. ഈ സെക്രട്ടറിയും ഈ ഓവർസിയറും ഇവർ 2 പേരും എന്നോട് ചെയ്ത ദുരിതവും എൻ്റെ മാനസികാവസ്ഥവും മാനസിക പീഡനവും എല്ലാം വെച്ചിട്ട് എനിക്കിനി ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല. ഇത് പൊളിച്ചു കളഞ്ഞേച്ച് മരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടെത്തിച്ചതാ ഇവർ ഈ അർഹതയില്ല ആ ജോലിക്ക്. അവരെ സമൂഹത്തിൽ നിന്ന് ഈ ജോലിയിൽ നിന്നും അവർക്ക് സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, അവർ ഒന്ന് സസ്പെൻഡ് ചെയ്ത് ഡീപ്രൊമോട്ട് ചെയ്ത് ഇടത്തുവായിക്ക് വിട്ടാന്നൊക്കെ ഇവർ പറയുന്നു. പക്ഷെ അവർക്കല്ല, അവരെ ഡിസ്മിസ് ചെയ്ത് വിടണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ എൻ്റെ അവസ്ഥ വെച്ച് എൻ്റെ മാനസികാവസ്ഥ എനിക്കതാണ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, നമുക്കിനിയും എലിസബത്തുമായിട്ട് സംസാരിക്കാം. ഏറെ ആഗ്രഹിച്ചാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് തയ്യാറാക്കി തുടങ്ങാൻ ആരംഭിച്ചല്ലേ? ആഗ്രഹിച്ചതാണ്, പക്ഷെ നടക്കുന്നില്ല. പപ്പ എന്തോടിയെന്നറിയാവോ? എന്നിട്ട് ഓരോന്നോരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പപ്പയുടെ സങ്കടം കാണുമ്പോൾ എനിക്കും അങ്ങ് വിഷമിച്ചുകൊണ്ടിരിക്കുക. ബികോം വരെ പഠിച്ചു. ബികോം വരെ പഠിച്ചു. ഈ ഒരു പ്രോജക്റ്റിനെ പറ്റിയുള്ള മോളുടെ ഒരു എന്താണ് ഒരു ഇമാജിനേഷൻ എന്തായിരുന്നു? അത് കുറെ പേർക്കൊക്കെ ജോലിയൊക്കെ കൊടുക്കാന്നുള്ള ജോലി കൊടുക്കാനും എനിക്കും പപ്പായ്ക്കും ഒരു ഇത് നടക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്ലേ, സ്വന്തം കാലിൽ നിൽക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനു വേണ്ടേ ഇതൊന്നും തുടങ്ങിയ എൻ്റെ പേരിൽ. പക്ഷെ പഞ്ചായത്തിൽ പോകുമ്പോൾ ഓരോന്നോരോന്ന് പറഞ്ഞ് പപ്പായെ ഇട്ട് കളിച്ചു നിൽക്കുക. ജോലി കൊടുക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്താണ് ഇത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിഷയമുണ്ട്, പക്ഷെ നടക്കാൻ വലിയ ആളുകൾ സമ്മതിക്കുന്നില്ലല്ലോ. എന്താണ് ആവശ്യം? എന്താണ് എലിസബത്തിന്റെ? സ്വന്തമായിട്ട് നടത്തി എല്ലാവർക്കും മാതിരി കാണിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹം. അത്രയേറെ ആഗ്രഹത്തോടെയാണ് എലിസബത്തും പിതാവ് ജോൺ ചാക്കോയും ഈ സംരംഭം തുടങ്ങുന്നതിനായി ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ഇവർ നേരിട്ടത് ദുരിതമാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ദുരിതമാണ് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ എങ്ങനെ തുടങ്ങും, എന്ത് ചെയ്യുമെന്ന് അറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ കെട്ടിടം പൊളിച്ചു മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഞങ്ങളെ വിളിച്ചത്. ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിനോട് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. നാട്ടുകാരും ഇദ്ദേഹം ഇത് പൊളിക്കരുത് എന്ന ആവശ്യവുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ തങ്ങൾക്ക് ഒരു തരത്തിലുള്ളൊരു നീതിയും ലഭിച്ചില്ല എന്ന് ആണ് പറയുന്നത്. സംസ്ഥാന സർക്കാർ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 50% ഡിസേബിലിറ്റി ഉള്ള ഒരു പെൺകുട്ടിയോട് ഉദ്യോഗസ്ഥർ ഇത് ചെയ്തത്. ഇത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ നിസ്സാരമായ പിടിവാശി മൂലമാണ് ഈ സംരംഭം ഇപ്പോൾ തുടങ്ങാതെ ഇവിടെ പ്രതിസന്ധിയിലായി നിൽക്കുന്നത്. ആദ്യം സംരംഭത്തിനായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ദൂരപരിധി സംബന്ധിച്ചുള്ളൊരു വാദമാണ് ഉയർത്തിയിരുന്നത്. പിന്നീട് വീടിൻ്റെ ഫിറ്റ്നസ് ശരിയല്ല എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ഇവർക്ക് തടസ്സം നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മാർച്ച് മാസം പൂർത്തിയാവുകയാണ്. മാർച്ച് മാസത്തിന് മുൻപ് ഇവർക്ക് ലൈസൻസും കെട്ടിട നമ്പറും ഒക്കെ ലഭിച്ചിരുന്നുവെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രി പദ്ധതിയിൽ നിന്നും അനുവദിച്ച തുക സബ്സിഡിയോടെ ഇവർക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ അതും ലാസായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണ് പോംവഴി എന്നാണ് പിതാവും മകളും ചേർന്നിപ്പോൾ പറയുന്നത്. ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഒരുങ്ങുകയാണ് ജോൺ ചാക്കോയും വീട്ടുകാരും ചേർന്നിപ്പോൾ. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ആലപ്പുഴ.